കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽ പ്രധാന ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. 5000 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് ചരിത്രം പറയുന്നത്. പ്രതിഷ്ഠയിലടക്കം ഏറെ വ്യത്യസ്തതകളുള്ള ഈ ക്ഷേത്രത്തിൽ നിന്നാണ് നാലമ്പല ദർശനം തുടങ്ങുക. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. ചതുർബാഹുവായ വിഷ്ണു രൂപത്തിലാണ് ഇവിടെ ശ്രീരാമ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി അഞ്ജനശിലയിൽ തീർത്ത മനോഹരമായ വിഗ്രഹം നിൽക്കുന്ന രൂപത്തിലാണ്. രാക്ഷസ സഹോദരന്മാരായ ഖരൻ, ദൂഷണൻ, തൃശിരസ് എന്നിവരെയും അവരുടെ 3000 പടയാളികളെയും നിഗ്രഹിച്ച ശേഷം ഭഗവാൻ കാണിച്ച വിശ്വരൂപമാണിതെന്നാണ് സങ്കല്പം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാരാൽ ദേവപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് ഐതിഹ്യത്തിൽ പറയുന്നത്. അതും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്ഷേത്രങ്ങളിലായാലും ശരി അനുഗ്രഹഭാവത്തോടുകൂടിയുള്ള പ്രതിഷ്ഠയായിരിക്കും അവിടെയൊക്കെ ഉണ്ടാവും. ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന തരത്തിലാണ് അവിടെ ഋഷീശ്വരന്മാർ ദേവപ്രതിഷ്ഠ നടത്തുക. പക്ഷെ ഇവിടെ അത് തന്നെ അതേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, രാമായണൻ കഥയിൽ പറഞ്ഞിട്ടുള്ള ഖരവധം, ഖരനെ വധിച്ച പാടുള്ള ആ ഭാവത്തോടു കൂടിയുള്ള പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ഖരന് മോക്ഷം കൊടുത്തു എന്നാണ്. ഭഗവാന്റെ കൈകൊണ്ട് ആരൊക്കെ വധിക്കപ്പെടുന്നുണ്ടോ അവർക്കെല്ലാം മോക്ഷമാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഖരന് ഈ മോക്ഷം കൊടുത്ത്, ഖരന് മോക്ഷം കൊടുത്ത ആ അനുഗ്രഹഭാവം അതാണ് ഇവിടെയുള്ള ദേവപ്രതിഷ്ഠ എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തന്മാർ പലരാൾക്കും പല അനുഭവങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മളോട്. ഭഗവാന്റെ അടുത്ത് നിത്യസന്ദർശനമായിട്ട് വരുന്ന എല്ലാ ഭക്തന്മാരും വീണ്ടും വരുന്ന തരത്തിലും അവരുള്ള അനുഗ്രഹിച്ചിട്ടുള്ള ആ അനുഭവവും എന്ന് വെച്ചാൽ സന്താന സൗഭാഗ്യം, രോഗാദി ദുരിതങ്ങൾ, ഇതൊക്കെ ഒരുപാട് ശമനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഭക്തന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള അത്രയും പ്രശസ്തമായിട്ടുള്ള ആ ഒരു ക്ഷേത്രം, അനുഗ്രഹഭാവത്തോടു കൂടിയുള്ള ഭഗവാനാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളത്. കേരളത്തിൽ അപൂർവമായി കണ്ടുവരുന്ന പാതാള നാഗപ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകതയാണ്. ഇതിൻ്റെ ഒരു ക്ഷേത്രമാണ് വനശാസ്താവ്. അതും അയ്യപ്പനാണെങ്കിലും അതും ഈ പറഞ്ഞ കാട്ടിൻ്റെ ഉള്ളിലാണ്. ഒരു കുറഞ്ഞ സ്ഥലം മുഴുവൻ കാട് പിടിച്ച് ആ വനത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു സങ്കല്പമായിട്ടും പൂജ നടത്തി വരുന്നതൊക്കെയാണ് വനശാസ്താവിന് അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളത് മാതിരിയുള്ള ശ്രീകോവിലല്ല ആ വനശാസ്താവിൻ്റെത്. അവിടെയുള്ള പ്രത്യേകത, ഈ ചുമരിൻ്റെ മേൽഭാഗത്ത് വട്ടക്കല്ല് ആയിട്ടുള്ള, അതാണ് വെയിലും മഴയും എല്ലാ ഇതും കൂടി ആ ഭഗവാനെ ഉള്ളതുകൊണ്ട് മേൽക്കൂരയില്ലാത്ത തൊപ്പിക്കല്ല് സമ്പ്രദായം, അതാണ് തൊപ്പിക്കല്ല് സമ്പ്രദായത്തിലുള്ള ഒരു ശ്രീകോവിലാണ് ഈ വനശാസ്താവ്. അതും ഈ ക്ഷേത്രത്തിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 4 ഭാഗവും നീരൊഴുക്കുകളാൽ വേലി തീർത്ത പ്രദേശം എന്ന അർത്ഥത്തിലാണ് ക്ഷേത്രം നിൽക്കുന്ന നാടിന് നീർവേലി എന്ന പേര് വന്നത്. ഉത്തരമലബാറിലെ നാലമ്പല ദർശനം ആരംഭിക്കുന്നതും പൂർത്തിയാകുന്നതും നീർവേലിയിലെ ശ്രീരാമക്ഷേത്രത്തിലെ ദർശനത്തോടെയാണ്. ജനം, കണ്ണൂർ.